സാരല്ലമ്മേ, വിധിയാണ്, അത് അനുഭവിക്കണം. മാലതി, പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങോട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ. ഞാൻ ആരുമല്ല ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ. അപ്പൊ അമ്മ ഇവിടെ വേണം, അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേഗം വേണം, ഇനി ഒട്ടും വൈകണ്ട. എന്താ പറ്റിയേ? ഒന്നുമില്ല. ഒന്നുമില്ലേണ്ട അലറിയത് എന്താണെന്ന് പറഞ്ഞൂടെ? അമ്മയാണെങ്കിൽ ആരോടും സംസാരിക്കില്ല, വിജയനും അതെ. എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഉത്തരവില്ല. കോടതിയിലും എങ്ങനെയാ? എനിക്ക് സ്വസ്ഥതയില്ല. എന്റെ ഉള്ളിൽ നീറാണ്, ഉറക്കം പോലും കിട്ടണില്ല. തെറ്റാണ് ചെയ്തത് മുഴുവൻ. വെറും തെറ്റല്ല, ക്രിമിനൽ മിസ്റ്റേക്ക്. എന്റെ മകളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. തെറ്റ് നിന്റെ മാത്രമാണ്. ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കേസ് നടത്തും? നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എനിക്കിപ്പോ സംശയം. ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും? വിജയൻ തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല, അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു. ഞാൻ വിചാരിച്ചു അത് ഫ്രണ്ടിൽ നിന്ന് മാറ്റണമെന്ന്. എന്തിനാ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒന്നും അല്ലെങ്കിൽ മച്ചിന്റെ മുകളിൽ കൊണ്ട് ഡംപി, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക്. ഇതെനിക്ക് വേണം. എങ്കിൽ ഈ വൃത്തികെട്ട ക്ലോത്ത് മാറ്റി ആകെ ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്യണ്ട. ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഓ, ഈ ഏട്ടന്റെ ഓർമ്മയ്ക്ക്. ഓർമ്മയ്ക്കല്ല, അതിനെനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഒരു ധൈര്യത്തിന്. ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ധൈര്യത്തിന്. ഓ, സെന്റിമെന്റ്സ് പാരമ്പര്യമായിട്ടുണ്ടല്ലോ ഈ ചീപ്പ് സെന്റിമെന്റ്സ്. ഈ മുറി എന്നും അടിച്ചു തുടപ്പിക്കണം. എന്നാൽ ഒരു കാര്യം ചെയ്, എന്നും കുറച്ച് അരിയും പൂവിട്ട് പൂജിക്ക്. ചിരിക്കടി. യു ഇഡിയറ്റ്. വിളിക്ക. നിനക്ക് അടിയുടെ കുറവാണ്.
ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന. എന്നെ അടിച്ചു എന്റെ അച്ഛൻ അറിഞ്ഞാ നിങ്ങൾ അന്ന് പുറത്താവും. ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയം ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. എടേ, നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. നീ ജീവിതം എന്തെന്ന് കാണാൻ പോന്നേ ഉള്ളൂ. വെള്ളം വെയില് വെള്ളണ്ട് അകത്തേക്ക് പോടാ. അവൻ വെയില് കൊള്ളണ്ടോനാ. പഠിക്കട്ടെ മാലുവേ, ഇവളെ പഠിക്കട്ടെ. പാറ പോലെ ഇരിക്കണം അല്ലേ? കന്നി മണ്ണ തൂമ്പ വേണ്ടില്ല, പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ പൊന്ന് വിളയും, പൊന്ന്. എന്നിട്ട് ഈ കറുത്ത ചരടൊക്കെ ഒന്ന് മാറാം. ദേ കൊണ്ടുണ്ണി. വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ. എന്താ വിശേഷം? എന്നെ ശപിക്കരുത് ഏട്ടാ. എന്താണ് എന്താ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ? ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒക്കെ മറന്ന് ഏട്ടനും ഏട്ടത്തി എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും ഏട്ടത്തി മക്കളോടെ ഉണ്ടായിരുന്നാ മതി. വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ലേ. പറ്റിപ്പിടിച്ചു നിന്നു, പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട. ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പോതാ പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ. അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ. നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി. ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും. ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ. അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടാ പോന്നു. അമ്മയോട് പറയാ, ഞങ്ങൾക്ക് ഇവിടെ സുഖാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പുറത്തുണ്ടാവും. പൊയ്ക്കോ, അമ്മ കാത്തിരുന്ന് വിഷമിക്കുണ്ടാവും. ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്. വേണ്ട, പാലില്ലാത്ത കാപ്പി. കയറി ഒന്നും ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒക്കെ ഉണ്ടാവും. അന്ന് വരണം, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം. അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വീമ്പിളക്കാലോ. സമാധാനായിട്ട് പോ. നീയൊന്നും ഒന്ന് പറഞ്ഞൂല്ലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. പൊയ്ക്കോ. എടുത്തി, ഞാൻ ഇടയ്ക്ക് വരാം. ആ, ശോഭയോടും പറയൂ. എല്ലാ വിഷമവും മാറി.
സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്കത് മതി. പാവാവൻ ഒരു സാധു.